ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫേസിലുണ്ടാകുന്ന പിമ്പിൾസും പിമ്പിൾ മാർക്സൊക്കെ റെഡ്യൂസ് ചെയ്ത് ഫേസിനെ നല്ലൊരു ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ടാണ് ഫേസ് പാക്ക് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കണ്ടാലോ. ഫേസ് പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് ഇൻഗ്രീഡിയൻറ്റ് എടുത്തിട്ടുള്ളത് ഞാൻ റാഗി പൗഡറാണ്. നമ്മുടെ ഫേസിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ 2 ടീസ്പൂൺ റാഗി പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണം ഫേസിലോട്ട് അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ. അടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് നീം പൗഡറാണ്. ആബ്സ് ഗുഡ്നെസ്സിൻ്റെ നീം പൗഡറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നീം പൗഡർ നമ്മളുടെ ഫേസിലുണ്ടാകുന്ന പിമ്പിൾസിനെയൊക്കെ നന്നായി കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അത് കാരണം നീം പൗഡറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് റാഗി പൗഡറും നീം പൗഡറും ഈക്വലായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 ടീസ്പൂൺ റാഗി പൗഡറും 2 ടീസ്പൂൺ നീം പൗഡറുമാണ് യൂസ് ചെയ്യുന്നത്. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കേടാണ്. നമ്മുടെ വീട്ടിലെല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന 3 സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് കേട് യൂസ് ചെയ്യാം കേട്ടോ. ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള കേട് യൂസ് ചെയ്താൽ മതി. ഒരുപാട് തിക്കാവും വേണ്ട, ഒരുപാട് ലൂസാവും വേണ്ട, അതായിരിക്കണം കൺസിസ്റ്റൻസി. ഫേസിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസൊക്കെ നന്നായി ക്ലീൻ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ മുടിയൊക്കെ കെട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഫേസ് നന്നായി വാഷൊക്കെ ചെയ്ത് മുടിയൊക്കെ സെറ്റാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നീം പൗഡർ നമ്മളുടെ ഫേസിലുള്ള പിമ്പിൾസ് പിമ്പിൾ മാർക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് ഓയിലിനെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ റാഗി പൗഡർ നമ്മുടെ സ്കിൻ ടോൺ ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, സോഫ്റ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് നാച്ചുറൽ ഒരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡെഡ് സ്കിൻ സെൽസൊക്കെ റിമൂവ് ചെയ്ത് നല്ലൊരു ടെക്സ്ചറായിരിക്കും കിട്ടുക. നമുക്ക് നീം പൗഡറോ റാഗി പൗഡറോ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നീം ലീഫ് എടുത്തിട്ട് അരച്ചിട്ട് തേച്ചാൽ മതി കേട്ടോ. റാഗി ആണെങ്കിലും അതേമാതിരി വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ച് തേച്ചാൽ മതി. അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് കടലമാവോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. ഒരു തിക്ക് കൺസിസ്റ്റൻസി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഫേസിൽ തേക്കാൻ വേണ്ടിയിട്ട്. ഫേസിലും നെക്കിലും ഒക്കെ തേച്ച് കൊടുക്കണം. ഫേസിൽ ഇട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കണം, അതായിരിക്കണം കൺസിസ്റ്റൻസി. ഒലിച്ച് വരാനും പാടില്ല, ഒരുപാട് കട്ടയായിട്ട് നിൽക്കാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം തേക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഫേസ് പാക്ക് നമുക്ക് ബോയ്സിനും ഗേൾസിനും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ആയിട്ട് പറയണം കേട്ടോ. ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം 10 to 15 മിനിറ്റ്സ് വെച്ചതിന് ശേഷം കഴുകിക്കളയാം. അപ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു ബ്രൈറ്റൺ ഫീൽ തരും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീക്ക്ലി 2 to 3 ടൈംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. 50 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. വാഷ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് സ്കിൻ കിട്ടും. ഫേസൊക്കെ നന്നായി കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ആരും ചെയ്യരുത്. ഫസ്റ്റ് യൂസിൽ കിട്ടില്ല. നന്നായി പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. പക്ഷേ ഫസ്റ്റ് യൂസിൽ കിട്ടില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു 2 to 3 ടൈംസ് വീക്ക്ലി 2 to 3 ടൈംസ് യൂസ് ചെയ്താൽ മാത്രമാണ് കറക്റ്റായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും, പിമ്പിൾസ് റെഡ്യൂസ് ചെയ്യാനും നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ്, നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റിൽ അറിയിച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റാവുന്ന വീഡിയോസ് ആണെങ്കിൽ എന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.